ഹലോ ഫാമിലീസ്, നമുക്കിന്ന് ഒരു തനി നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 സ്പൂൺ ഉപ്പും 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കുറച്ച് ഗരം മസാലയും ഇട്ട് നല്ലപോലെ കുഴച്ചൊരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കുക. ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കണം. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ അത്രയും ആകണ്ട, നമുക്കിത് കറി വെക്കേണ്ടതാണ്. അപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ കുറേശ്ശിയിട്ട് ചെറുങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ആവണ്ട, ഒരു ചെറിയൊരു ഇതിൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് വേണ്ട ഒരു 4 സവോളയാണ്, അത് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും വേണം. പിന്നെ ഒരു 3 തക്കാളിയും 2-3 പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിനായാൽ മതിയാകും. ഇതേപോലെ നമ്മൾ മുളക് പുരട്ടി വെച്ചിരിക്കുന്ന മുഴുവൻ ചിക്കനും പൊരിച്ചെടുക്കേണ്ടതാണ്. നമ്മളിത് കറി വെക്കുമ്പോൾ കറിക്ക് ഈ ചിക്കൻ്റെ ഒരു പച്ച ചൊവയങ്ങ് മാറിക്കിട്ടും. ഈ ചെറുങ്ങനെയൊന്ന് എണ്ണയിലിട്ട് ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കഴിക്കാനായിട്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂവും കറുവപ്പട്ട ഏലക്കയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇടുക. എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവോളയുണ്ട്, അതും അതിലേക്ക് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. 1 സ്പൂൺ ഉപ്പും അതിലേക്ക് ഇടാവുന്നതാണ്, എന്നാൽ സവോള വേഗം വഴന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കൂടി അത് ഒരുമിച്ച് അതിലേക്ക് ഇടുക. അത് നല്ലപോലെ ഇട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് പെരിഞ്ജീരകമാണ്, ആ പെരിഞ്ജീരകവും അതിലേക്ക് ഇടുക. ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും വേണം, അതും ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടേണ്ടതാണ്. മല്ലിപ്പൊടി ഇട്ട് അതും വഴറ്റി ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് നല്ലപോലെ ഇതങ്ങ് നല്ല വഴറ്റിയെടുക്കുക, തക്കാളിയൊക്കെ. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഒരു രീതിയിൽ മതിയാവും, അതും അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പുറത്ത് കുറച്ച് തേങ്ങ, ഒരു 2-3 സ്പൂൺ തേങ്ങ മതിയാവും, അത് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് അരച്ച് ചേർക്കാനാണ്, അപ്പോൾ സ്വാദുണ്ടാവും നല്ല. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ആ വെന്ത ചിക്കനിലേക്ക് അത് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയൊക്കെ ഇടാം. അതിൻ്റെ ഇടയ്ക്ക് പാകത്തിന് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് ഇട്ടിട്ട് പാകത്തിനാക്കി എടുക്കുക. നമുക്ക് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്.